ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മിൽക്ക് പേട റെസിപ്പിയാണ്. ഈ പേട തയ്യാറാക്കാൻ വെറും 4 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 2 ടീസ്പൂൺ ഘീ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഘീ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. പാല് ചേർത്ത ഉടനെ തന്നെ നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്ലെയിം വളരെ സിമ്മിലായിരിക്കണം. കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. 2 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ പാനിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ പേട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നല്ല നെയ്യോ എണ്ണയോ തടവിയ ശേഷം ഇത് ചെറിയ ചൂടോട് തന്നെ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ബോൾസ് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ബട്ടർ പേപ്പറിലോ ഒരുമിച്ച് വെച്ചിട്ട് ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.